മാളയിൽ രണ്ടിടങ്ങളിൽ വാഹന അപകടം, ഒരാൾക്ക് പരിക്കേറ്റു. ബുധനാഴ്ച വൈകിട്ട് KSRTC ബസും കാറും കൂട്ടിയിടിച്ചു. ചൊവ്വാഴ്ച രാത്രി കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. അതിരപ്പിള്ളിയിൽ തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി വീണ്ടും ജനവാസ മേഖലയിലെത്തി. ഇന്ന് രാവിലെയാണ് മറ്റു ആനകൾക്കൊപ്പം കുട്ടിയാന എത്തിയത്. ഏതാനും ദിവസങ്ങളായി നിർത്തിവച്ചിരുന്ന ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. കൊടകര പേരാമ്പ്രയിലെ അടിപ്പാറ നിർമ്മാണമാണ് ബുധനാഴ്ച മുതൽ പുനരാരംഭിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാളയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടം, ആർക്കും പരിക്കില്ല. മാളക്കുളത്തിന് സമീപം ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. മാളയിൽ നിന്നും കൊടകരയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസും ചാലക്കുടിയിൽ നിന്നും പുത്തൻവേലിക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് ഇടിച്ചത്. അപകടത്തിൽ ബസിന്റെയും കാറിന്റെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. മാള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മാളയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രി മാള പഞ്ചായത്തിന് സമീപമായിരുന്നു അപകടം. പ്ലാവിൻമുറി സ്വദേശിയായ യുവാവിനാണ് പരിക്കേറ്റത്. ഇയാളെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിരപ്പിള്ളിയിൽ തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി വീണ്ടും ജനവാസ മേഖലയിലെത്തി. ഇന്ന് രാവിലെയാണ് അമ്മ ആനയ്ക്കും മറ്റു ആനകൾക്കൊപ്പം കുട്ടിയാന എത്തിയത്. വനമേഖലയിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. കുറച്ചു നാളുകളായി ആനക്കുട്ടിയെ കാണാറില്ലായിരുന്നു. ആനക്കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന ആശങ്കയിലായിരുന്നു വനംവകുപ്പ്. എന്നാൽ ഇന്ന് ആനക്കുട്ടിയെ മറ്റ് ആനകൾക്കൊപ്പം കണ്ടതോടെ ആശങ്കയ്ക്കും വിരാമമായി. സംസ്ഥാനത്തെ പ്രധാന സർക്കാർ ആശുപത്രികളിൽ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക OP കൗണ്ടർ ആരംഭിക്കും. സെപ്റ്റംബർ 1 മുതലാണ് മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക OP കൗണ്ടർ ആരംഭിക്കുക. താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ്, ജില്ലാ ജനറൽ ആശുപത്രികൾ, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിലാണ് പ്രത്യേക OP കൗണ്ടർ ആരംഭിക്കുക. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ പ്രധാന ആശുപത്രികളിലും ഏപ്രിൽ മാസം മുതൽ ഓൺലൈൻ OP രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ക്യൂ നിൽക്കാതെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടുള്ള സൗകര്യവും നടപ്പിലാക്കി തുടങ്ങി. ഹെൽത്തിലൂടെയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ഉപയോഗിക്കാൻ കഴിയാത്തവരിൽ കൂടുതൽ മുതിർന്ന പൗരന്മാരാണ്. ഇതുകൊണ്ടാണ് അവർക്കായി പ്രത്യേക OP കൗണ്ടർ എല്ലാ പ്രധാന ആശുപത്രികളിലും സജ്ജമാക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പ് ആരോഗ്യമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. എരുമ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. കയ്പമംഗലം കൂരിക്കുഴിയിലാണ് വിരണ്ടോടിയ എരുമ നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. കൊപ്രക്കളം ഭാഗത്തു നിന്നും ഓടി വന്നതാണെന്ന് പറയുന്നു. സലഫിനഗർ, കൂരിക്കുഴി, 18 മുറി, പഞ്ഞമ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എരുമ വിരണ്ടോടിയത്. കൂരിക്കുഴി ഭാഗത്ത് വെച്ച് എരുമ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പറയുന്നുണ്ട്. ഏതാനും ദിവസങ്ങളായി നിർത്തിവച്ചിരുന്ന ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. കൊടകര പേരാമ്പ്രയിലെ അടിപ്പാറ നിർമ്മാണമാണ് ബുധനാഴ്ച മുതൽ പുനരാരംഭിച്ചത്. അടിപ്പാറയോടനുബന്ധിച്ചുള്ള റോഡിന്റെ ടാറിംഗ് ജോലിയാണ് ബുധനാഴ്ച വീണ്ടും ആരംഭിച്ചത്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ റോഡ് നിർമ്മാണം വേഗം തീർത്ത് ടോൾ പിരിവ് ആരംഭിക്കാനാണ് റോഡ് പണി തുടങ്ങിയതെന്നാണ് ജനങ്ങൾ പറയുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ടോൾ പിരിവ് തടഞ്ഞതിനെതിരായി ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഗതാഗതം സുഗമമാക്കാൻ ഹൈക്കോടതി നിരീക്ഷണം തുടരണമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. തൃശൂർ പാലിയേക്കരയിൽ 1 മാസത്തേക്ക് ടോൾ പിരിക്കേണ്ടെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു അപ്പീൽ. 1 മാസത്തേക്കാണ് ഹൈക്കോടതി ടോൾ പിരിവ് വിലക്കിയത്. റോഡ് ഉടനെ നേരെയാക്കണമെന്നും കുരുക്കും അഴിക്കണമെന്നും ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സദ്ഭാവനാ ദിനമായി ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് AA മുസമ്മിൽ നേതൃത്വം നൽകി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് V സജീവ്, ബ്ലോക്ക് സെക്രട്ടറി AR രാംദാസ്, വാർഡ് മെമ്പർ ഷംസു വെളുത്തേരി, മണ്ഡലം നേതാക്കളായ സക്കീർ,
നൌഷാദ്, ചിലങ്ക രമേശ്, ജോർജ് തൊമ്മാന, ചന്ദ്രൻ, നാസർ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജബി, അലിയാർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് സുഹൈൽ, സലീം എന്നിവർ സംസാരിച്ചു. പഴങ്ങളിലെ രാജാവായ ചെങ്ങാലിക്കോടന്റെ വില കേട്ടാൽ ഞെട്ടരുത്. ഒരു കുലയ്ക്ക് 5,30,000 രൂപ. തൃശൂർ അയ്യന്തോളിലെ സെന്റ് മേരീസ് അസംപ്ഷൻ പള്ളിയിലായിരുന്നു തിരുനാളിനോടനുബന്ധിച്ച് നവീകരണ പ്രവർത്തനത്തിലുള്ള തുക സമാഹരിക്കാനായി ലേലം വിളി നടന്നത്. ഇടവകാംഗം മാളിയമ്മാവ് ജോസ് വിൻസെന്റാണ് സ്പോൺസർ ചെയ്തത്. ഇടവക വികാരി വർഗീസ് എടക്കളത്തൂർ കൂട്ടലേലത്തിന് നേതൃത്വം നൽകി. CLC യൂണിറ്റാണ് വൻ തുകയ്ക്ക് കുല ലേലത്തിൽ പിടിച്ചത്. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഏക നേന്ത്ര ഇനമാണ് ചങ്ങാലിക്കോടൻ. സ്വർണ്ണ നിറത്തിൽ ചുവപ്പും തവിട്ടും കലർന്ന ചെങ്ങാലിക്കോടൻ കാഴ്ചക്കുലകൾക്കിടയിലെ താരമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ 2 വാഹന അപകടം, ഒരാൾക്ക് പരിക്കേറ്റു. ബുധനാഴ്ച വൈകിട്ട് KSRTC ബസും കാറും കൂട്ടിയിടിച്ചു. ചൊവ്വാഴ്ച രാത്രി കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. അതിരപ്പിള്ളിയിൽ തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി വീണ്ടും ജനവാസ മേഖലയിലെത്തി. ഇന്ന് രാവിലെയാണ് മറ്റു ആനകൾക്കൊപ്പം കുട്ടിയാന എത്തിയത്. ഏതാനും ദിവസങ്ങളായി നിർത്തിവച്ചിരുന്ന ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. കൊടകര പേരാമ്പ്രയിലെ അടിപ്പാറ നിർമ്മാണമാണ് ബുധനാഴ്ച മുതൽ പുനരാരംഭിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.